അച്ചായൻ ഞാനാണ്. റോയ് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാളാണ്. എൻ്റെ അനുജനാണ്, തൊട്ട് താഴെയുള്ള അനുജനാണ് ഉണ്ണി ചെയ്യുന്ന കഥാപാത്രം. പിന്നെ ആദിൽ, സഞ്ജു ശിവറ, അവരൊക്കെ എൻ്റെ നേരെ കൂടെ പറഞ്ഞ അനിയന്മാരല്ലെങ്കിലും ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അച്ചായൻസിൻ്റെ ഒരു യാത്രയാണ് ഈ സിനിമ. അത് എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര എന്നുള്ളതും സിനിമയുടെ ഒരു ചെറിയ സസ്പെൻസാണ്, ഞാൻ പറയുന്നില്ല. ആ യാത്രയിൽ സംഭവിക്കുന്ന ഒരു വലിയ ഇൻസിഡൻ്റ്, ഒരു പ്രശ്നമാണ് പടത്തിൻ്റെ ഒരു വലിയ കഥയായിട്ട് മുമ്പോട്ട് പോകുന്നത്. അച്ചായന്മാരുടെ യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള തമാശകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിലുള്ള ഞങ്ങളുടെ യാത്രകളിലെ ഈ തമാശകൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഇതിൻ്റെ തിരക്കഥയുമായിട്ട് ഇരുന്ന സമയത്ത് തന്നെ സേതുവും ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ ഒരു എഴുതുന്ന വേളയിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോഴൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നൊരു കാര്യം, തീരുമാനിച്ചൊരു കാര്യം ഇതായിരുന്നു. ഇപ്പോഴത്തെ ഈ വാട്സാപ്പ് കോമഡി എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് ജനം തന്നെ ചളിച്ചു തുടങ്ങിയ ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള തമാശകൾ ഇതിലുണ്ടാവരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യമേ എടുത്തിരുന്നു. അപ്പോൾ അതല്ലാത്ത രീതിയിലുള്ള നമ്മളുടെ സിനിമയുമായിട്ട് കഥയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന അത്തരം തമാശകളാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു നിലവാരം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ശരിയാണ്, ചോദിച്ചത് കറക്റ്റാണ്. അച്ചായൻസ് എന്ന് പറയുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് മലയാള സിനിമയിൽ കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള കഥയായിരിക്കും. ഒരു തൻ്റേടിയായിട്ടുള്ള ചെറുപ്പക്കാരനായിരിക്കും, അയാളുടെ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കും. അച്ചായൻ്റെ വകയിൽ അച്ഛൻ പണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരും, ഇവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങൾ, അത്തരത്തിലേക്കൊന്നും ഈ സിനിമ പോയിട്ടില്ല. ക്രിസ്ത്യൻ ഫാമിലിയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് മാത്രം അച്ചായൻസ് എന്നൊരു പേര് വെച്ചിരിക്കുന്നുള്ളൂ. ഇത് ഞങ്ങളുടേതായിട്ടുള്ള ഈ യാത്രകളിൽ വരുന്ന രസകരമായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഇതുമായിട്ടുള്ള ഇതില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ അച്ചായൻസും പറയുമ്പോൾ തന്നെ ടിപ്പിക്കലി ഈ കോട്ടയം ഭാഷ, എന്നതാടാ ഊയൻ സംസാരിക്കുന്നത്, അതൊന്നും അങ്ങനെയൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളുടെ ഡ്രസ്സിങ്ങിലാണെങ്കിൽ പോലും അച്ചായൻസ് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ജുബ്ബ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് അതുപോലും ഒരു സീനിലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചോദിച്ചത് ശരിയാണ്. തുടക്കകാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ജഗതി ശ്രീകുമാറും കുതിരവട്ടം പപ്പുവും മാളച്ചേട്ടനും അത്തരത്തിലുള്ള ബാമുക്കോയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ഒക്കെയായിരുന്നു. അത്തരം ഗ്രൂപ്പുകളായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സിനിമകളിൽ. ഒടുവിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മാവനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ പ്രേമത്തിന് കൂട്ടു നിൽക്കുന്ന ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ആനക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ചെണ്ടക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ കൂടെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് എൻ്റെ സന്തത സഹചാരിയായിരുന്നു ഒടുവിലും മാമുക്കോയും ജഗതിച്ചേട്ടനും ഒക്കെ, അല്ലെങ്കിൽ ഇന്നസെൻ്റ് ഏട്ടനും ഉണ്ടാവും. അതിനുശേഷം എനിക്ക് തോന്നുന്നു പിന്നെ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞത് ഹരിശ്രീ അശോകൻ, ഹരിശ്രീ അശോകൻ, നമ്മുടെ ഇന്ദ്രൻസ്, അങ്ങനെയുള്ളവർ മാറി വന്നിട്ടുണ്ട്, സൈനുദ്ദീൻ, അങ്ങനെ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും മാറി 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 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് എനിക്ക് കിട്ടിയ ഒരു കൂട്ടെന്ന് പറയുന്നതാണ് ഉണ്ണി, സഞ്ജു ശിവറ, ആദിൽ ഇബ്രാഹിം. അത് പുതിയ തലമുറയിലെ ആളുകൾ കൂടെ വേണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തതല്ല. അച്ചായൻസിൻ്റെ അനുജന്മാരായിട്ട് ഒരു കാസ്റ്റിംഗ് 3 പേര് വേണം പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ഫസ്റ്റ് ഡയറക്ടറോട് പറഞ്ഞ ലിസ്റ്റാണ്. ഇവരൊക്കെയാണെങ്കിൽ വളരെ നന്നായിരിക്കും, ഇവരൊക്കെയായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടൊരു പുതിയ ഇതായിട്ട് തോന്നും. പിന്നെ ആ സിനിമ വർക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തത്. 50-60 ദിവസത്തോളം ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനുജന്മാരെ പോലെയായിരുന്നു ഇവർ 3 പേരും. അവരെന്നോട് കാണിച്ചിട്ടുള്ളൊരു സ്നേഹവും ഒരു ഭയങ്കര എൻജോയബിളായിരുന്നു. ഇത്രയും അടുത്ത കാലത്ത് എൻജോയ് ചെയ്തൊരു ഷൂട്ടിംഗ് ഉണ്ടായിട്ടില്ല. അത് തീർച്ചയായിട്ടും ആ സിനിമയിലൊരു റിഫ്ലക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, എനിക്ക് ഈ അടുത്ത കാലത്ത് സിനിമയിലെ ആൾക്കാർ ചോദിക്കും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. കഴിഞ്ഞ 10-30 വർഷത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ടെക്നിക്കലി സിനിമ ഒരുപാട് വളർന്നു, എല്ലാ രീതിയിലും വളർന്നു, എഴുത്തിൽ വളർന്നു, ഡയറക്ഷനിൽ വളർന്നു, എല്ലാത്തിലും ഇതായി. പക്ഷേ സൗഹൃദങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേത് എവിടെയെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു മാവിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും തണലുള്ളൊരു സ്ഥലത്ത് നേരത്തെ കണ്ടുവച്ചേക്കും. അപ്പോൾ ശങ്കരാടി ചേട്ടനാണെങ്കിലും ഒടുവിലാണെങ്കിലും ഇവർക്കൊക്കെ ജഗതി ചേട്ടനാണെങ്കിൽ ഊണ് കഴിഞ്ഞാൽ കൃത്യം അത് എവിടെയാണെങ്കിലും കുഴപ്പമില്ല
ഒരു ചെറിയ തുണി വിരിച്ചെങ്കിൽ അവിടെ കിടക്കണം. അപ്പോൾ അതിനുള്ള സ്ഥലം നേരത്തെ നോക്കി വെച്ചേക്കും. ഞാനും ഇവരുടെ കൂടെ കൂടാറുണ്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പും ഇടവേളകളിലും അവരവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സിനിമകളിലുണ്ടായിട്ടുള്ള തമാശകൾ, ജീവിതത്തിൽ അവരുടെ ബാക്കി കാര്യങ്ങൾ, മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു എല്ലാവരും. അതേപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ എല്ലാവരും വിരിച്ച് ഒരു സ്ഥലത്ത്, ആ ഭക്ഷണം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുകയും. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നു. അത് കാലഘട്ടങ്ങൾ അനുസരിച്ച് മാറി വരുമ്പോൾ ഒരിക്കലും നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ മാറി വന്നിട്ടുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ അമിതമായിട്ടുള്ള വീഡിയോയുടെ ഇതും എല്ലാം കൊണ്ടും ചിലപ്പോൾ അവർക്കൊരു പ്രൈവസി തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് കാരവനിലേക്ക് ഒതുങ്ങി പോകുന്നത് എല്ലാവരും. അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ കാരവനിൽ പോയിരിക്കുന്ന ആ സംസ്കാരം ഒരിക്കലും തെറ്റാന്ന് പറയുന്നില്ല. ഞാനും അത് തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് പുറത്തിരുന്നിട്ടും കാര്യമില്ല, സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുതിയ തലമുറയിലെ പിള്ളേരെ കൂടെ കിട്ടുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ തമാശകൾ കിട്ടും, അവരുടെ കയ്യിൽ നിന്ന് പുതിയതായിട്ട് എന്ത് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ പോയിരുന്ന് മാക്സിമം തമാശയും പറഞ്ഞ് കൂടെ തന്നെ ഇരിക്കുന്നത്. കാരണം അവർ കാരവനിലേക്ക് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പുറകെ തന്നെ ഞാൻ പോകുന്നത്. അത് തന്നെയാണ് സേതു പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിനകത്ത് 3 നായികമാരാണ്. പക്ഷേ 3 നായികമാരിൽ 2 നായികമാരും ഒരു നായകൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു കാസ്റ്റിങ്ങും സേതുവും കണ്ണനും കൂടി ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇതിലേക്ക് എത്തിയത്, അമലയിലേക്ക് എത്തിയത്. കാരണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അമലേതിൻ്റെ കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാം ഈ കാസ്റ്റിംഗ് കറക്റ്റായിരുന്നു. ഈ സിനിമയിൽ അനുസിത്തായാലും ശിവതയായാലും അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രത്യേക സമയത്ത് കടന്നു വരുന്ന പ്രകാശ് രാജ്. അപ്പോൾ പ്രകാശ് രാജിൻ്റെ കാര്യം കണ്ണൻ എന്നോട് ചോദിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണ് പ്രകാശിനെ വിളിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾ തമിഴ് സിനിമ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമ തന്നെ എൻ്റെ കൂടെയായിരുന്നു. ഞാൻ നായകനും പുള്ളി വില്ലനുമായിട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 10-20-25 വർഷത്തെ സൗഹൃദമാണ് പ്രകാശ് രാജായിട്ട്. പക്ഷേ മലയാള സിനിമയിൽ മാത്രം ഒരുമിച്ച് അഭിനയിക്കാനുള്ളൊരു ഇത് വന്നിട്ടില്ല. എപ്പോഴും വിളിക്കുമ്പോൾ പുള്ളി തിരക്കായിരിക്കും. പുള്ളി പല ഭാഷകളും ചെയ്യുന്ന ആളല്ലേ. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ജയറാം ഈ ഒരു പടത്തിന് ഞാൻ കഥ ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, എപ്പോൾ ഷൂട്ടിംഗ് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് ഇന്ന സമയത്താണ്, എന്നാലും കഥ ഒന്നും കേൾക്കുക വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വന്ന് ചെയ്യുന്നത്, കാരണം നമ്മൾ തമ്മിൽ ഇത്രയും കാലം പറഞ്ഞ് ചെയ്യാൻ പറ്റാതെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവിൽ എനിക്ക് വേറൊരു ഗുണം കൂടി ഉണ്ടായി. ഞങ്ങളുടെ ഈ 10-30 ദിവസത്തെ ഷൂട്ടിംഗ് ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു സ്റ്റോറി എൻ്റെ അടുത്ത് പറയുകയും അത് ഞങ്ങൾ തമ്മിൽ കറക്റ്റ് ചെയ്താൽ പുള്ളി ഡയറക്റ്റ് ചെയ്ത ആ സിനിമ ഞാൻ ചെയ്യാൻ പോകുന്നു. അതും ഇതിനിടയിൽ നടന്നൊരു നല്ല സംഗതിയാണ്. അല്ല, ഏത് ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ അത് എനിക്കും കൺഫ്യൂസാണ് പറയാനായിട്ട്. കാരണം തുടക്കത്തിലെ ഒരു ക്രൈം ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു സംഗതി ഉണ്ട്, അടങ്ങി കിടക്കുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ ഹിഡൻ ആയിട്ടുള്ള ആ സിനിമയിൽ നല്ല ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു പോയാലാണ് അത്തരമൊരു ഘട്ടങ്ങൾ വരുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലും പറഞ്ഞു പോകാവുന്നൊരു സിനിമയാണിത്. ഞാനത് ഏത് ഗണത്തിൽപ്പെടുത്തുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും, അച്ചായൻസ് എന്ന് പറഞ്ഞ സിനിമ ഒരു നല്ല എൻ്റർടൈനർ ആയിരിക്കും. 2 മണിക്കൂറും 18 മിനിറ്റുമാണ് ആ സിനിമയുടെ ദൈർഘ്യം. അത്രയും നേരം ഒരു നിമിഷം പോലും ജനങ്ങളെ ബോറടിപ്പിക്കാത്ത ഒരു നല്ല എൻ്റർടൈനർ ആയിരിക്കും.